എന്താ? എന്തോ ഒരു അനക്കം പോലെ. അനക്കോ? എവിടെ? കൈക്കേ. പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു? നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. പിടിച്ചോ? എന്നാ പൊക്ക്. പൊക്ക്. പിടിച്ചോ ചേച്ചി. അയ്യോ വിടരുത് ചേച്ചി. മടുത്തു. ഒന്ന് കുഴഞ്ഞാ പിന്നെ മനുഷ്യന് 4 ഇരട്ടി ഭാരം വന്ന. പിടിക്ക ചേച്ചി, കഴുത്ത്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണില്ല മോളെ. ആളുകൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യൻ ഇത്തിരി ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്. ഇവിടെ ആരുമില്ലേ? ആരാ? ആ ചേച്ചി, ഞാൻ ജോബിഷ് പറഞ്ഞിട്ട് വന്നാ. എനിക്കറിയാന്നേ. ബെൽത്താസർ അല്ലേ? ബെല്ലെന്ന് തന്നെ വിളിക്കുന്നത്. ബെല്ലെന്ന് പറഞ്ഞാ നമ്മുടെ മണി. അങ്ങനെ വിളിക്കുന്നവരും ഉണ്ട്. വാ. അവനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇതാണ് സെലീന കൊച്ചി. അച്ചായൻ്റെ കൂട്ടൊന്നുമല്ല. ഈ കൊച്ചിന് ശമ്പളം തരുന്നതിന് ഒരു പിശുക്കൂല്ല. മോളെ, ഇതാ നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട്. ഓ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ബെൽത്താസർ. സെലീന. എന്നാ പിന്നെ അച്ചായൻ്റെ മുറിയിലോട്ട് വരും. ഓ, വൺ സെറ്റപ്പ് ആണല്ലോ. പിന്നല്ലാതെ. ഇതാണ് എൽദോ ചായൻ. മാഡം, എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ. താങ്ക് യു. നമ്മുടെ ഒരു സെക്കൻഡ് ഒന്നെങ്കിൽ വന്നേ. ഒരു 1 മിനിറ്റ്. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ട്രെയിൻഡായിട്ട് ഒരാളെ വെച്ചത്. ശരിയാ. നല്ല ശ്രദ്ധ ഉണ്ടാവണം. അതൊക്കെ അതുണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ, ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മാഡം. നോക്കിയും കണ്ടൊക്കെ നിക്കണേ മക്കളെ. അറവീടന്മാരാ.